ഈ ഭക്തിഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ടല്ലേ? ഭക്തിഗാനമേള പോകാറുണ്ട്. അതില് കുറെ റിപ്പീറ്റ് ആയിട്ട് പാടണം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതേതാണ്? കുറെ പ്രാവശ്യം പാടിച്ചൊരു പാട്ട്. ആപദിക്കിൻ കരണീയം അമ്മേ, ആപദിക്കിൻ കരണീയം സ്മരണീയം തവ പദയുഗളം അനന്തപുരിയിൽ വാഴും ആറ്റുകാലമ്മേ, അനന്തപുരിയിൽ വാഴും ആറ്റുകാലമ്മേ, ആത്മാവിൻ അഭിഷേകമാം ആനന്ദപ്പൊരുളേ, ആപദിക്കിൻ കരണീയം അമ്മേ, ആപദിക്കിൻ കരണീയം. മകള് പാടുവോ? മോള് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക്, രണ്ടുപേരും പാടും. അതിൽ മൂത്തയാളെയാണ് കുറച്ചും കൂടി, അവള് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാറുണ്ട്. പ്രൈസ് CBSEക്ക് ഒരു 5ാം ക്ലാസ് മുതൽ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ ഫസ്റ്റാണ്. ഇവിടെ ഷൂട്ടിങ്ങിന് ഹസ്ബൻഡും മക്കളും ഒക്കെ വന്നിട്ടുണ്ടോ അതോ? എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ആ മോളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ 4 പേര് കേൾക്കാമല്ലോ. ഓ തീർച്ചയായിട്ടും, വളരെ സന്തോഷം. മോളുടെ പേരെന്താണ്? മോളുടെ പേര് കൃഷ്ണപ്രിയ. അപ്പൊ നമുക്കൊരു 2 വരി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സോ കൃഷ്ണപ്രിയ പ്ലീസ്. കൃഷ്ണപ്രിയ, എന്തോ അമ്മ പറഞ്ഞു മോൾ അസലായിട്ട് പാടും. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാ, പാട്ടും കൊണ്ടുപോകണം പഠിത്തവും കൊണ്ടുപോകണം, അതാണ് പ്ലാൻ. അപ്പൊ മോള് ഒരു പാട്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. യുണീക്ക് വോയിസ് ഉണ്ട്, ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ശബ്ദം, ആരെയും അനുകരിക്കാത്ത ഒരു ശബ്ദം. താങ്ക് യു സർ. പക്ഷെ മോടെ ശബ്ദത്തിന് ഒരു വ്യത്യാസമുണ്ട്. നന്നായിരിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ബിന്ദു, മോൾ അസലായിട്ട് പാടി മോളുടെ ആഗ്രഹം നിറവേറ്റട്ടെ അല്ലേ? ജഗദീശ്വരൻ മോളുടെ ആഗ്രഹം അതിനേക്കാൾ ഉപരി എൻ്റെ ആഗ്രഹമാണ് സർ. എനിക്ക് പറ്റാത്തത് അവളിലൂടെ ഒന്ന് നേടിക്കാണണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.